ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മാഗി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 പീസ് മാഗിയാണ്. ഈ ഒരു മാഗി നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ പൊടിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പീസ് ആക്കിയിട്ട് പൊട്ടിച്ചെടുത്താലും മതി. ഇതുപോലെ മുഴുവനായിട്ടും പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. എപ്പോഴും ഒരേ രീതിയിൽ നമ്മൾ മാഗി ഉണ്ടാക്കി കഴിക്കാതെ ഇനി മാഗി മേടിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ. ഭയങ്കര ടേസ്റ്റിയാണ്. ഇപ്പോൾ ഞാനിതുപോലെ മുഴുവനായിട്ടും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് ഒരു പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജാറിൽ ഇട്ടിട്ട് കുറച്ചായിട്ട് പൊടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത മിക്സിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം തോലോടുകൂടി തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു 3 പീസ് മാഗിക്ക് വേണ്ടിയാണ് ഇതുപോലെ ചെറിയ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മാഗി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. മാഗി നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ റസ്ക് പൊടിയൊക്കെ ഉണ്ടാവില്ല, അതുപോലെയാണ് കിട്ടുന്നത്. നല്ല നൈസായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം മനസ്സിലാവുന്നുണ്ടാവും. എത്രത്തോളം പൊടിച്ചെടുക്കുന്നോ അത്രയും നന്നായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പലഹാരവും. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല. മുട്ട താല്പര്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു സബോള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ 2 സ്പൂൺ അളവിൽ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 അല്ലി വെളുത്തുള്ളിയാണ് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് മാഗിയുടെ കൂടെ കിട്ടുന്ന ആ ഒരു മാഗി മസാലപ്പൊടിയാണ്. 3 പീസ് മാഗിക്ക് വേണ്ടിയിട്ട് 3 പാക്കറ്റ് മാഗി പൊടി ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ എരിവായിട്ടിരിക്കാൻ വേണ്ടി 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മാഗിയിൽ കുറച്ച് ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കിഴങ്ങും സബോളയൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഉപ്പ് പോരാ, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം കിഴങ്ങിൻ്റെ ആ ഒരു നനവും മുട്ടയുടെ നനവൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ വലിപ്പത്തിൽ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിൽ ഈ ഒരു വലിപ്പത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇത്രയും കനം കുറച്ചിട്ട് ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ മുഴുവനായിട്ടും ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാഗി വെച്ചിട്ട് വേറൊരു വെറൈറ്റി പലഹാരം കൂടെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ സിൽനാസ് കിച്ചൺ മാഗി ഈവനിങ് സ്നാക്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. കാണാൻ താല്പര്യമുള്ളവർ അതുകൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും അകം വേവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാം ഒരേപോലെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം നല്ലപോലെ ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടി വെന്ത് കിട്ടാനായിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പലഹാരം ആയതുകൊണ്ട് തന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ മാഗി കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുട്ടികളുള്ള എല്ലാ വീട്ടിലും മാഗി മേടിക്കുന്നതാണ്. ഒരു തവണ മാഗി മേടിക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും.
ഞാനിപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്തതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.